ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷം ചേർത്ത പലഹാരം കഴിച്ച മഹിക്ക് ഛർദിയും വയറുവേദനയും കൊണ്ട് ആകെ അവശയാകുന്നു. ഏതായാലും പ്രതാപൻ ഗുണ്ടയെ വിട്ട് പലഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരം ഉണ്ണിയിൽ നിന്നും അറിയുന്ന കണ്ണനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. തുടർന്ന് മഹിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ലേഖയും അനന്തുവാണെങ്കിലും മഹിയെയും കൊണ്ട് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് കണ്ണൻ അനന്തുവിനെ വിളിക്കുകയും പലഹാരത്തിൽ വിഷം ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. തോമസ് വൈദ്യനാണെങ്കിൽ മഹിയുടെ ശരീരത്തിൽ ചെന്ന വിഷത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മറുമരുന്ന് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ജീവനക്കാരോട് പറയുന്നു. മഹിയാണെങ്കിൽ ആകെ അവശയായിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ അകക്കണ്ണാൽ അറിയുന്നുണ്ട്. പിന്നീട് കരുണയും മുത്തശ്ശിയാണെങ്കിൽ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാവും എന്ന് കരുതി സന്തോഷിക്കുന്നു. നമ്മളിനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് മോളെ. ആദ്യം അവളുടെ കുഞ്ഞ് പോകണം, പിന്നെ അവൾ, അതോടെ കമലേശ്വരം കമ്പനിയുടെ തലപ്പത്ത് കണ്ണൻ വീണ്ടും വരൂ എന്ന് പറയുമ്പോൾ അവളുടെ ആ MD കസേര ഞാൻ ഒരുപാട് മോഹിച്ചതാണ് മുത്തശ്ശി. അവൾ വാവിട്ട് നിലവിളിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണമെന്നെല്ലാം കരുണ പറയുമ്പോൾ എല്ലാം നടക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരുണയെ സന്തോഷിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കണ്ണനാണെങ്കിൽ വേഗം തന്നെ അഗസ്ത്യകൂടത്തിലെത്തുന്നു. അപ്പോൾ സാഗർ അവിടെ നിൽക്കുന്നുണ്ട്. സാഗറിനോട് മഹിക്ക് എങ്ങനെയുണ്ട് സാഗർ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ തോമസ് സാർ ഉള്ളിൽ ചെന്ന വിഷത്തെ പുറത്ത് കളയാനുള്ള മരുന്നെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ലക്ഷ്മിയേട്ടത്തേക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല, ഇത് ചെയ്തത് ആരായാലും അവനെ വെറുതെ വിടരുത് സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗരം. ശേഷം കണ്ണനും അനന്തവും തോമസ് സാറെ ചെന്ന് കാണുന്നു. മഹിക്ക് എങ്ങനെയുണ്ട് സാർ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ വിഷം പടരാതിരിക്കാനുള്ള മറുമരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ളത് ഒരു കുരുന്ന ജീവനാണ്. ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സ്കാനിംഗ് ഒക്കെ നടത്തേണ്ടി വരും. ആ സൗകര്യം ഇപ്പോൾ ഇവിടെയില്ല. അതുകൊണ്ട് കണ്ണൻ എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെയും കൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ സാറ്. അപ്പോൾ സാറേ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വിതുമ്പുമ്പോൾ അരുതാത്തതൊന്നും സംഭവിക്കില്ല കണ്ണ. ഒന്നുമില്ലാത്തടത്ത് നിന്നല്ലേ നിങ്ങൾ രണ്ടുപേരും ഇത്രയൊക്കെ എത്തിയത്. നിങ്ങളെ ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വൈദ്യൻ. തുടർന്ന് കണ്ണനും അനന്തവും മഹി കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കണ്ണനെ കാണുമ്പോൾ തന്നെ ആകെ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ തോമസ് സാർ എന്താ പറഞ്ഞത് കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് സാറ് പറഞ്ഞത്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ നമുക്കില്ല എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ തന്നെ ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തണം ലേഖ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ അവർ വേഗം തന്നെ മഹിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു. തോമസ് സാറാണെങ്കിൽ മഹിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ഇരിക്കാനായിട്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നു. സിദ്ധിയായിട്ടുള്ള അമ്മയും മഹിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കരുണ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ നിന്നും ഇതുവരെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ മുത്തശ്ശി, ഇനി അവളുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചു കാണില്ലേ? അതല്ല, പലപ്പോഴും നമ്മൾ അവൾക്കെതിരെ പലതും ചെയ്തിട്ടും അതിൽ നിന്നെല്ലാം അവൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സന്തോഷങ്ങൾക്കൊന്നും മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിട്ടില്ല. നമുക്കാണ് എല്ലാ തിരിച്ചടികളും വന്നിട്ടുള്ളത് എന്നെല്ലാം കരുണ പറയുമ്പോൾ ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ട് മണിക്കൂറുകൾ തികയുന്നതിന് മുൻപാണ് മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ മോൾക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ കുഞ്ഞും പോയി കാണും. അവളിപ്പോൾ കുഞ്ഞു പോയ ദുഃഖത്തിൽ അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുകയായിരിക്കും. അവൾ മാത്രമല്ല മോഹിനിയും വാവിട്ട് നിലവിളിക്കുന്നത് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ എന്നാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരായിരിക്കും മുത്തശ്ശി? ഏതായാലും വിവരം അറിഞ്ഞ് അയാളും ആശുപത്രിയിൽ എത്താതിരിക്കില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് നമുക്ക് അവളെ കാണാൻ പോകാം മോളെ. അപ്പോൾ അവളുടെ ജാരൻ ആരാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നിൻ്റെ അച്ഛൻ അവസാനം വിജയിച്ചു. എന്നെ തല്ലിയത് അവൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതാണ് അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചത്. ഏതായാലും അവനാണിത് ചെയ്തതെന്നതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി മതിമറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മഹിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം നേരെ കാഷ്വാലിറ്റിയിൽ കടത്തുന്നു. പിന്നീട് ഡോക്ടർ വന്നിട്ട് മഹിയെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഡോക്ടർ കണ്ണനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഭാഗ്യത്തിന് അമ്മയ്ക്കോ കുഞ്ഞിനോ ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻപ് ഇത്തരത്തിലൊരു കേസ് ഇവിടെ വന്നപ്പോൾ ആ കുട്ടിയുടെ കുഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അബോർഷനായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ദൈവാധീനം വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ടാണ് മാരകമായിട്ടുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ടും ഒന്നും സംഭവിക്കാതിരുന്നത്. ഇനിയെങ്കിലും വൈഫിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ നിങ്ങൾ കൊടുക്കണം.
ഇപ്പോൾ ഭാഗ്യത്തിനാണ് ആപത്തൊന്നും ഉണ്ടാകാതിരുന്നത് എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ കണ്ണന്. ശരിക്കും ശ്വാസം നേരെ വീഴുന്നുണ്ട് കണ്ണന്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, കുറച്ച് സമയം ആ കുട്ടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ, എന്നിട്ട് ഇവിടെ നിന്നും ഡിസ്ചാർജ് ആവാമെന്നും ഡോക്ടർ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഹിയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് ലേഖയെന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചു കാണില്ല മഹി, താൻ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ മഹിയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത് കണ്ണേട്ട എന്ന് ലേഖയും മഹിയും ഒരുപോലെ ചോദിക്കുമ്പോൾ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മഹി, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. തോമസ് ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് അദ്ദേഹം മറുമരുന്ന് തന്നിരുന്നല്ലോ, ആ മറുമരുന്നാണ് തൻ്റെ ശരീരത്തിൽ വിഷം പടരാതെ നമ്മുടെ കുഞ്ഞിനെ കാത്തു രക്ഷിച്ചത് എന്നും കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെയും ലേഖയുടെയൊക്കെ. ഏതായാലും എന്നാലും ആരായിരിക്കും പലഹാരത്തിൽ വിഷം കലർത്തിയത് എന്ന് ലേഖ ചോദിക്കുമ്പോൾ അത് ചെയ്യാൻ ഒരാളേ ഉള്ളൂ, പ്രതാപൻ. അയാളാണ് ഗുണ്ടയെ വിട്ട് പലഹാരത്തിൽ വിഷം ചേർത്തത്. ഉണ്ണി തന്നെയാണ് എന്നോടിത് നേരിട്ട് പറഞ്ഞത്. ഇനി ഏതായാലും ഞാൻ അയാളെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരിക്കൽ പോലും അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടാകരുത്. അത് എല്ലായ്പ്പോഴും അയാൾക്ക് ഓർമ്മയുണ്ടാകുന്ന തരത്തിൽ ഒരു തിരിച്ചടി ഞാൻ അയാൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ണൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് പ്രതാപൻ്റെ മുന്നിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായതുകൊണ്ടും മാത്രമല്ല ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ടും പ്രതാപന് ആരാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ പ്രതാപന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ കണ്ണൻ അയാളെ അവിടെ ഇട്ട് ഇതുവരെ ചെയ്ത എല്ലാ കൊടും ക്രൂരതകൾക്കും കൂടി ചേർത്ത് പലിശയും മുതലും ചേർത്ത് അയാളെ അവിടെ ഇട്ട് തല്ലിച്ചതച്ച് അയാളെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. മാത്രമല്ല വിഷം ചേർക്കാനായിട്ട് പലഹാരത്തിൽ വിഷം ചേർക്കാനായിട്ട് തുനിഞ്ഞ് അയാളുടെ ആ 2 കൈകളും അടിച്ചൊടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ മേഘന് കൊടുത്തതുപോലെ നല്ലൊരു ഗംഭീര തിരിച്ചടി തന്നെയാണ് കണ്ണൻ അവസാനം പ്രതാപനും കൊടുക്കുന്നത്. ഏതായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞുപോയി അവൾ വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ കാത്തിരുന്ന മുത്തശ്ശിക്കും കരുണയ്ക്കും പ്രതാപൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കിട്ടുന്നത്. അങ്ങനെ അവർ പ്രതാപനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. പ്രതാപൻ്റെ അവസ്ഥ കണ്ട് മുത്തശ്ശിക്കും കരുണയ്ക്കും താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. ഏതായാലും കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ തങ്ങളുടെ ജീവൻ കാത്തു രക്ഷിച്ച തോമസ് സാറിനെ കാണാനായിട്ട് അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലിലെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്